വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വസിച്ചവർ അള്ളാഹുവിനോടുള്ള ഹുബ്ബിൽ അതിശക്തരാണ്. ആരേക്കാൾ? ബഹുദൈവ വിശ്വാസികളെക്കാൾ. അവരുടെ സ്നേഹം ആരോടാണ്? അവരുടെ ആരാധ്യന്മാരോടാണ്. ബഹുദൈവ വിശ്വാസികൾക്ക് അവരുടെ ആരാധ്യന്മാരോട് സ്നേഹമുണ്ട്. പക്ഷെ ആ സ്നേഹം വിശ്വാസികളുടെ സ്നേഹത്തെ പോലെയല്ല. വിശ്വാസികളുടെ സ്നേഹം അത് അശദ്ദു ഹുബ്ബൻ ലില്ലാ എന്നാണ്. ബഹുദൈവ വിശ്വാസികൾക്ക് അവരുടെ ആരാധ്യന്മാരോടുള്ള സ്നേഹത്തെക്കാൾ വിശ്വാസികളുടെ സ്നേഹം മികച്ചതും സുദൃഢവും നിത്യവുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സ്ഥിരീകരിക്കുകയാണ്. അതാണ് ഇമാം മുജാഹിദ് ഇബ്നു ജബർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി ഇമാം തബരി തഫ്സീറിൽ ഉദ്ധരിച്ചത്. അദ്ദേഹം പറഞ്ഞു, യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് മുബാഹാതൻ വ മുദാഹാതൻ ലിൽ ഹഖ് ബിൽ അൻദാദ്. അള്ളാഹുവോടൊപ്പം സമന്മാരെ സ്വീകരിച്ചവർ അവരുടെ ആരാധ്യന്മാരെ സ്നേഹിക്കുന്നു അള്ളാഹുവോടുള്ള സ്നേഹം പോലെ. അത് മുബാഹാതൻ, അവർ പെരുമ നടിച്ചും, വ മുദാഹാതൻ ലിൽ ഹഖ് ബിൽ അൻദാദ്, യഥാർത്ഥ ആരാധ്യനായ അള്ളാഹുവിനെ സമന്മാരോട് സമപ്പെടുത്തിയുമാണ് അവരുടെ ഈ സ്നേഹപ്രകടനം. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അദ്ദേഹം തുടരുകയാണ്, ഇമാം മുജാഹിദ്, വിശ്വാസികളാകട്ടെ അള്ളാഹുവിനോടുള്ള സ്നേഹത്താൽ അവർ അതിശക്തരാണ്. മിൻ ഹുബ്ബിഹിം ലി ആലിഹതിഹിം. ബഹുദൈവ വിശ്വാസികൾക്ക് അവരുടെ ആരാധ്യന്മാരോടുള്ള സ്നേഹത്തേക്കാൾ, അപ്പോൾ ബഹുദൈവ വിശ്വാസികൾ അവരുടെ ആരാധ്യന്മാരെ സ്നേഹിക്കുന്നു. പക്ഷേ അതിനേക്കാൾ വലിയ സ്നേഹമാണ് വിശ്വാസികൾ മേലായ റബ്ബ് സുബ്ഹാനഹു വതആലയോട് വെച്ചു പുലർത്തുന്നത് എന്നാണ് ഇവിടെ അദ്ദേഹം ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഈ ആയത്തിന് മറ്റൊരു തഫ്സീർ കൂടിയുണ്ട്. അതാണ് ഇനി തുടർന്ന് നമ്മൾ പഠിക്കുന്നത്. അതെന്താണ്? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹി മിനൽ മുശ്രികീന ബിൽ അൻദാദി ലില്ലാഹ്. സമന്മാരെ അള്ളാഹുവിന് തീർത്ത മുശ്രിക്കുകൾ, അവർക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ട്. അവരുടെ സ്നേഹത്തേക്കാൾ വിശ്വാസികൾക്കാണ് അള്ളാഹുവിനോട് സ്നേഹം. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. മുശ്രിക്കുകൾ അള്ളാഹുവിനെ സ്നേഹിക്കണം, അള്ളാഹുവിന് അവർ സമന്മാരെ സ്വീകരിച്ചതോടൊപ്പം. എന്നാൽ സത്യവിശ്വാസികൾക്ക് അള്ളാഹുവോടുള്ള സ്നേഹം ഈ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹത്തേക്കാൾ അതിശക്തമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതാണ് ഈ ആയത്തിൻ്റെ തഫ്സീർ. പല പ്രാമാണികരും ഈ തഫ്സീറിനെയാണ് പരിഗണിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തഫ്സീർ? പണ്ഡിതന്മാർ പറയുന്നത്, ഫഇന്ന മഹബ്ബത്തൽ മുഅ്മിനീന ഖാലിസ വ മഹബ്ബത്ത അസ്ഹാബിൽ അൻദാദി ഖദ് ദഹബത് അൻദാദുഹും ബിഖിസ്തിൻ മിൻഹാ. കാരണം മുഅ്മിനീങ്ങളുടെ മഹബ്ബത്ത് ഖാലിസത്താണ്, അത് കളങ്കരഹിതമാണ്, കപടമുക്തമാണ്, നിഷ്കളങ്കമാണ്, അതിൽ കലർപ്പില്ല. എന്നാൽ വ മഹബ്ബത്ത് അസ്ഹാബിൽ അൻദാദ്, സമന്മാരെ സ്വീകരിച്ചവരുടെ അള്ളാഹിനോടുള്ള സ്നേഹം, ഖദ് ദഹബത് അൻദാദുഹും ബിഖിസ്തിൻ മിൻഹാ, ആ സ്നേഹത്തിൻ്റെ ഒരു വിഹിതം സമന്മാർ കൊണ്ടുപോയിരിക്കുന്നു. വൽ മഹബ്ബത്തുൽ ഖാലിസത്തുല്ലതി ഹിയ ഇൻദൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അടുക്കലുള്ളതായ നിഷ്കപടമായ നിഷ്കളങ്കമായ മഹബ്ബത്ത് സ്നേഹം, അശദ്ദു മിനൽ മുഷ്തറകത്തില്ലതി ഹിയ ഇൻദ അസ്ഹാബിൽ അൻദാദ്, സമന്മാരുടെ അടുക്കൽ പങ്കാളിത്തം ഉണ്ടായ മഹബ്ബത്തിനേക്കാൾ ശക്തമാകുന്നു. അപ്പോൾ ഇവിടെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, പക്ഷെ അവരുടെ സ്നേഹത്തിൽ കലർപ്പുണ്ട്, കളങ്കമുണ്ട്. കാരണം അവർ ആ സ്നേഹം അള്ളാഹു അല്ലാത്തവരിലേക്കും വകവെച്ചു. എന്നാൽ വിശ്വാസികളുടെ മഹബ്ബത്ത് അത് അള്ളാഹുവിന് മാത്രമുള്ള മഹബ്ബത്താണ്. ആ ഒരു വിഷയമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്ന അനുബന്ധത്തിലൂടെ സ്ഥിരീകരിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഈ തഫ്സീറിനെ പ്രബലപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, ഇന്നമാ ദുമ്മു ബിഅൻ അശ്റകു ബൈന അല്ലാഹി വ ബൈന അൻദാദിഹിം ഫിൽ മഹബ്ബ. ബഹുദൈവ വിശ്വാസികൾ ആക്ഷേപിക്കപ്പെട്ടു. എന്ത് പറഞ്ഞ്? അവർ അള്ളാഹുവിൻ്റെയും സമന്മാരുടെയും ഇടയിൽ മഹബ്ബത്തിൽ പങ്കുചേർത്തു എന്ന് പറഞ്ഞ്. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ എന്ന് പറഞ്ഞില്ലേ? ബഹുദൈവ വിശ്വാസികൾ ആക്ഷേപിക്കപ്പെട്ടു. അതിനാൽ വലം യുഖ്ലിസൂഹാ ലില്ലാഹ് കമഹബ്ബത്തിൽ മുഅ്മിനീന ലഹു, ഈ മഹബ്ബത്ത് അവർ അള്ളാഹുവിന് മാത്രമാക്കേണ്ടതാണ്, അള്ളാഹുവിന് മാത്രമാക്കിയില്ല. മുഅ്മിനീങ്ങൾ അള്ളാഹുവിന് മഹബ്ബത്ത് ആത്മാർത്ഥമാക്കിയതുപോലെ. വഹാദിഹി തസ്വിയതു ഹിയൽ മദ്കൂറതു ഫീ ഖൗലില്ലാഹി തആല ഹികായതൻ അൻഹും വഹും ഫിന്നാർ. മഹബ്ബത്തിൽ അവർ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കി. അതാണ് നരകത്തിലായിരിക്കെ ബഹുദൈവ വിശ്വാസികൾ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ അവൻ്റെ വചനമാക്കി പറഞ്ഞത്. ബഹുദൈവ വിശ്വാസികൾ നരകത്തിലായിരിക്കെ അന്നഹും യഖൂലൂന ലി ആലിഹതിഹിം വ അൻദാദിഹിം, അവരുടെ ആരാധ്യന്മാരോട് പറയും, അവർ സമന്മാരായി സ്വീകരിച്ചവരോട് പറയും, വഹിയ മുഹദ്ദറത്തുൻ മഅഹും ഫിൽ അദാബ്, ഈ ആരാധ്യന്മാർ നരകശിക്ഷയിൽ അവരോടൊപ്പം ഹാജരായിരിക്കെ, സന്നിഹിതനായിരിക്കെ നരകത്തിൽ ആരാധ്യന്മാരും ആരാധിച്ചവരോടൊപ്പം കത്തിക്കപ്പെടും. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. നഊദു ബില്ലാഹ്. ഇന്നകും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം അൻതും ലഹാ വാരിദൂൻ എന്ന് അള്ളാഹു പറഞ്ഞില്ലേ?
നിങ്ങളും അള്ളാഹുവോടൊപ്പം നിങ്ങൾ ആരാധിച്ചിരുന്നവരും നരകത്തിന് വിറകാണ് എന്ന്. അങ്ങനെ ആരാധ്യന്മാരോടൊപ്പം ആരാധിച്ചവർ നരകത്തിലായിരിക്കെ ആരാധിച്ചിരുന്നവർ തങ്ങളോടൊപ്പം കത്തുന്ന ആരാധ്യന്മാരോട് പറയും, തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. അള്ളാഹുവാണേ സത്യം, ഞങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെയായിരുന്നു. എപ്പോൾ? ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, മുഴുലോകരുടെയും റബ്ബിനോട് നിങ്ങളെ ഞങ്ങൾ തുല്യപ്പെടുത്തിയിരുന്ന സന്ദർഭത്തിൽ. ദുനിയാവിൽ ആരാധ്യന്മാരെ അള്ളാഹുവിനോട് സമന്മാരെയാക്കി. അതിനെക്കുറിച്ചാണ് നരകത്തിൽ കത്തുമ്പോൾ അവർ പറയുന്നത്, അന്ന് ഞങ്ങൾ തികഞ്ഞ വ്യക്തമായ വഴികേടിലായിരുന്നു എന്ന്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത്, വമഅലൂമുൻ അന്നഹും മാ സവ്വൂഹും ബിറബ്ബിൽ ആലമീന ഫിൽ ഖൽഖി വറുബൂബിയ്യ. ഈ ആരാധ്യന്മാരെ ആരാധിച്ചിരുന്നവർ റബ്ബുൽ ആലമീനോട് ഖൽഖിൻ്റെയും റുബൂബിയ്യത്തിൻ്റെയും വിഷയത്തിൽ തുല്യപ്പെടുത്തിയിട്ടില്ല എന്നത് സുവിദിതമാണ്. സൃഷ്ടിപ്പിൽ, രക്ഷാകർതൃത്വത്തിൽ ഒരിക്കലും ബഹുദൈവ വിശ്വാസികൾ ആരാധ്യന്മാരെ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തിയിട്ടില്ല. വ ഇന്നമാ സവ്വൂഹും ബിഹി ഫിൽ മഹബ്ബത്തി വത്തഅദീം. ബഹുദൈവ വിശ്വാസികൾ ആരാധ്യന്മാരെ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തിയത് മഹബ്ബത്തിൻ്റെ വിഷയത്തിലാണ്, തഅദീമിൻ്റെ വിഷയത്തിലാണ്, ആദരവിൻ്റെ വിഷയത്തിലാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, മഹബ്ബത്തിൽ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തി, ആദരവിൽ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തി. ആരെ? ആരാധ്യന്മാരെ, സമന്മാരെ. അപ്പോൾ അള്ളാഹുവിനോട് മഹബ്ബത്ത് വെച്ചു, ആരാധ്യന്മാരോടും മഹബ്ബത്ത് വെച്ചു. മഹബ്ബത്തിൽ അള്ളാഹുവിന് സമന്മാരെ തീർത്തു. സലക്ഷ്യം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു അഭിപ്രായത്തെ പ്രബലപ്പെടുത്തി. തുടർന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഈ വിഷയത്തിൽ മറ്റൊരു തെളിവ് കൂടി പറയുകയാണ്. വഹാദ ഐദൻ ഹുവൽ അദ്ലുൽ മദ്കൂർ ഫീ ഖൗലിഹി തആല അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വജഅല അദ്ദുലുമാതി വന്നൂർ സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ. സൂറത്ത് അൻആമിൻ്റെ തുടക്കവചനം. വാനങ്ങളെയും ഭുവനങ്ങളെയും സൃഷ്ടിച്ചവനായ അള്ളാഹുവിനാകുന്നു സ്തുതികളെല്ലാം. വജഅല അദ്ദുലുമാതി വന്നൂർ, അവൻ അന്ധകാരങ്ങളെയും പ്രകാശത്തെയും സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ, എന്നിട്ടും അവിശ്വാസികൾ തങ്ങളുടെ റബ്ബിൽ സമന്മാരെ തീർക്കുന്നു, തുല്യരെ വെക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ബിഹി ഗൈറഹു ഫിൽ ഇബാദത്തില്ലതി ഹിയൽ മഹബ്ബത്തു വത്തഅദീം സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂന ബിഹി ഗൈറഹു, എന്നിട്ടും അവിശ്വാസികൾ തങ്ങളുടെ റബ്ബിൽ യഅദിലൂന ബിഹി, അള്ളാഹുവിന് തുല്യനെ വെക്കുന്നു, ഗൈറഹു, അള്ളാഹു അല്ലാത്തവരെ. ഏത് വിഷയത്തിൽ? ഫിൽ ഇബാദത്തില്ലതി ഹിയൽ മഹബ്ബത്തു വത്തഅദീം, മഹബ്ബത്ത് സ്നേഹം, തഅദീം ആദരവ്, ഈ ഇബാദത്തിൽ അള്ളാഹുവിന് തുല്യരെ വെക്കുന്നു. അപ്പോൾ നോക്കൂ നിങ്ങൾ, ബഹുദൈവ വിശ്വാസികൾ അള്ളാഹുവിനോട് മഹബ്ബത്ത് പുലർത്തി, അള്ളാഹുവിന് സമന്മാരെ സ്വീകരിച്ച് അവരോടും മഹബ്ബത്ത് പുലർത്തി. അപ്പോൾ മഹബ്ബത്തിൽ അവർ അള്ളാഹുവെ പങ്കാളികളാക്കി. അള്ളാഹുവിനുള്ള മഹബ്ബത്ത് അവർ വിഹിതം വെച്ചു, വകമാറ്റി, വേർതിരിച്ചു. സത്യവിശ്വാസികൾ ഒരിക്കലും ആ മഹബ്ബത്ത് വഴിമാറ്റുകയോ മറ്റുള്ളവർക്ക് വകവെക്കുകയോ അള്ളാഹുവിൽ നിന്ന് വേർപിരിക്കുകയോ ചെയ്യാതെ അവർ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം അത് അതിശക്തമാക്കി നിലനിർത്തുന്നവരാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഈ വചനത്തിൽ പറയുന്നത്.